കോൺഗ്രസിൽ പൊരിഞ്ഞ പോരാട്ടമാണ്. കനകോലുവിനെ പോടാ പുല്ലേ എന്ന് വിളിച്ച് സ്വന്തം ശക്തി തെളിയിക്കുകയാണ് കെ മുരളീധരൻ. കനകോലു പറയുന്നതാണ് അവസാന വാക്കെന്ന് ഹൈക്കമാൻഡ്. കനകോലു കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പുനഃസംഘടന എത്രയും പെട്ടെന്ന് നടത്തണം. കെ മുരളീധരനും ഇടഞ്ഞു നിൽക്കുന്ന സുധാകരനെയും വകവയ്ക്കാതെ എല്ലാ നേതാക്കളെയും 12 DCC പ്രസിഡന്റുമാരെയും തട്ടി ദൂരെ കളയുക, പുതിയ പ്രസിഡന്റുമാരെ നിയമിക്കുക. KPCC സെക്രട്ടറിമാരെ തട്ടി ദൂരെ കളയുക, പുതിയ സെക്രട്ടറിമാരെ നിയമിക്കുക. ജനറൽ സെക്രട്ടറിമാരെ ഇപ്പോൾ ഉറങ്ങിത്തൂങ്ങിയിരിക്കുന്ന അവരെ പിടിച്ച് പുറത്താക്കുക, അവിടെ വേറെ ആളുകളെ വെക്കുക. ഏതാണ് കനകോലുവിൻ്റെയും ദീപാദാസ് മുൻഷിയുടെയും റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഉടനെ തന്നെ എല്ലാ നിയമനങ്ങളും നടത്തണം, പുനഃസംഘടന നടത്തണമെന്നാണ് ഹൈക്കമാൻഡ് കൊടുത്തിരിക്കുന്ന തിട്ടൂരം. എന്നാൽ കെ മുരളീധരൻ പറയുന്നത് പോടാ പുല്ലേ കനകോലു, നിനക്കിവിടെ എന്തറിയാം, നിനക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി എന്തറിയാം, ദീപാദാസ് മുൻഷിക്ക് എന്തറിയാം, നീ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണോ ഇവിടെ പ്രവർത്തിക്കേണ്ടത്? ഇപ്പോൾ നീയൊക്കെ എന്താണ് ചെയ്തു വച്ചിരിക്കുന്നത്? KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അല്ലേ? PC വിഷ്ണുനാഥ് വൈസ് പ്രസിഡന്റ് MLA അല്ലേ? ഷാഫി പറമ്പിൽ മിടുക്കനാണ് MLA അല്ലേ? ഈ 3 പേരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കേണ്ട നേതാക്കളല്ലേ? ഇവരെങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് സംഘടനാ പ്രവർത്തനം ചെയ്യും? 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും പാർട്ടിയെ ഏകോപിപ്പിക്കേണ്ട ചുമതലയുള്ള ഈ നേതാക്കൾ എങ്ങനെയാണ് അവരവരുടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുമോ അതോ മറ്റ് മണ്ഡലങ്ങളിൽ പോയി പ്രവർത്തിക്കുമോ? അങ്ങനെ രാഷ്ട്രീയത്തിന്റെ ABCD പോലും അറിയാത്ത കനകോലുവിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഹൈക്കമാൻഡ് ഇവിടെ പുനഃസംഘടന വേണമെന്ന് പറഞ്ഞാൽ അതങ്ങനെ അംഗീകരിക്കുമെന്നാണ് കെ മുരളീധരൻ ചോദിക്കുന്നത്. അത് വാസ്തവമല്ലേ? കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് കനകോലു ബംഗളൂരുവിൽ ഇരുന്ന് വല്ലതും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതാണോ ശരി? കെ മുരളീധരനും സുധാകരനും ചോദിക്കുന്നത് ശരിയല്ലേ? വാസ്തവമല്ലേ ചോദിക്കുന്നത്? ദീപാദാസ് മുൻഷിക്ക് VD സതീശൻ ചായയും പരിപ്പുവടയും വാങ്ങിക്കൊടുത്തിട്ട് ഓരോ റിപ്പോർട്ട് എഴുതി വിട്ടു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? VD സതീശൻ കരുതിയത് പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായം താനാണല്ലോ ഇട്ടിരിക്കുന്നത്. 2026 ദീപാദാസ് മുൻഷിയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ. അതുകൊണ്ട് ഇവരെയൊക്കെ ഇപ്പോഴേ ചാക്കിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജയിച്ചു വരുമ്പോൾ തനിക്ക് മുഖ്യമന്ത്രി കസാര കൂടി അവരങ്ങ് തള്ളി മാറ്റി ഇട്ടു തരും, താൻ അതിൽ കയറി അങ്ങ് ഇരുന്ന് അഭിരമിച്ചാൽ മതി എന്നായിരുന്നു VD സതീശന്റെ ധാരണ. പക്ഷേ കെ മുരളീധരനും കെ സുധാകരനും ഒക്കെ പുറത്തു നിൽക്കുമ്പോൾ, രമേശ് ചെന്നിത്തലയൊക്കെ പുറത്തു നിൽക്കുമ്പോൾ VD സതീശൻ അങ്ങനെ കയറിയിരുന്ന് സുഖിക്കാൻ കഴിയുമോ എന്ന് VD സതീശൻ ചിന്തിച്ചില്ല. കെ മുരളീധരൻ ചോദിക്കുന്നതിൽ വാസ്തവമുണ്ട്. സണ്ണി ജോസഫിനെ പോലെ ഒരു റബ്ബർ സ്റ്റാമ്പിനെ പിടിച്ച് KPCC പ്രസിഡന്റാക്കി ഒരു പാവം മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് പലതവണ ജയിച്ചു വരുന്ന നേതാവ്. അദ്ദേഹത്തിന് അങ്ങനെ വിട്ടാൽ പോരായിരുന്നു. കെ മുരളീധരൻ പറയുന്നത് ഫുൾ ടൈം പാർട്ടി പ്രവർത്തകൻ, ഫുൾ ടൈം നിൽക്കുന്ന ആള്, ജനപ്രതിനിധികളല്ല, ഫുൾ ടൈം പാർട്ടി പ്രവർത്തകരെ വേണം ഇങ്ങനെയുള്ള കീ പൊസിഷൻ ഏൽപ്പിക്കാൻ. താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുത്തേണ്ടത് അങ്ങനെയുള്ള ആളുകളെ ആയിരിക്കണം. ഇത് MLA-മാർ MP-മാർ അവർക്കൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. കേരളം ഒന്നടങ്കം ഓടി നടക്കാൻ കഴിയുകയില്ല. അതാണ് പരമാർത്ഥം. അല്ലാതെ കനകോല് റിപ്പോർട്ട് കൊടുത്തു, രാഹുൽ ഗാന്ധി അത് അംഗീകരിച്ചു, പിന്നെ ഇനി അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ തിരുത്താൻ വന്നു കഴിഞ്ഞാൽ, അതനുസരിച്ച് ഓരോ കാര്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ ശരിയാകുമെന്ന് കെ മുരളീധരൻ ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഹൈക്കമാൻഡിനൊപ്പം നിൽക്കുമോ കെ മുരളീധരനൊപ്പം നിൽക്കുമോ എന്നതാണ് വലിയൊരു പ്രശ്നം. ഷാഫി പറമ്പിൽ ആർക്കൊപ്പം നിൽക്കും? കനകോലുവിനൊപ്പം നിൽക്കുമോ? PC വിഷ്ണുനാഥ് ആർക്കൊപ്പം നിൽക്കും? കനകോലുവിനൊപ്പം നിൽക്കുമോ? പോട്ട് സണ്ണി ജോസഫ് ആർക്കൊപ്പം നിൽക്കും? കനകോലുവിനൊപ്പം നിൽക്കുമോ? ഈ അടുത്ത ദിവസങ്ങളിൽ KPCCയുടെ നേതൃയോഗം നടന്നു. അതിൽ ആരുടെ റിപ്പോർട്ടാണ് അംഗീകരിച്ചത്? കനകോലുവിന്റെ റിപ്പോർട്ട് എടുത്ത് ചവറ്റുകുട്ടയിൽ കളഞ്ഞു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമനുസരിച്ച് നിർദ്ദേശങ്ങൾ ചവറ്റുകുട്ടയിൽ കളഞ്ഞു KPCC നേതൃയോഗം. KPCC നേതൃയോഗം പറഞ്ഞത് എന്താണ്? ഹൈക്കമാൻഡ് അങ്ങനെ പലതും പറയും, പലതും തീരുമാനിക്കും, അതൊന്നും കേരളത്തിൽ വിലപ്പോകില്ല, കേരളത്തിൽ അതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്നത് എന്താണ്? ഈ ഒക്ടോബർ മാസങ്ങൾ വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പുതിയ ആളുകളെ നിയമിക്കുകയല്ല വേണ്ടത്. ഇത്തിരി അല്പം ഒരു പാച്ച് വർക്ക് നടത്തുക. ഈ കുണ്ടും കുഴിയുള്ള റോഡുകളൊക്കെ മഴക്കാലത്തിന് മുമ്പ് നമ്മൾ റോഡ് പാച്ച് വർക്ക് നടത്തില്ലേ? അടുത്ത മഴക്കാലത്തിന് മുമ്പ് ഇത് പൊട്ടിപ്പൊളിഞ്ഞു പോകും. ഒരുപക്ഷെ പുതുമഴ പെയ്യുമ്പോൾ തന്നെ പൊട്ടിപ്പൊളിയുമായിരിക്കാം. എങ്കിലും പാച്ച് വർക്ക് ചെയ്ത് റോഡ് വൃത്തിയാക്കി എന്നൊരു പേര്. അതുപോലെ 1-2 നേതാക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി ഒരു പാച്ച് വർക്ക് നടത്തി ഒന്ന് സംഘടനയെ ഉഷാറാക്കിയെടുക്കുക. അതല്ലാതെ അവരെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് പുതിയ നേതാക്കളെ അവിടെ അവരോധിച്ച് അവരെ ഇനി പരിശീലിപ്പിച്ച് അവരെടുത്ത് ഇന്ന ചുമതലകൾ ഏൽപ്പിച്ച് അതൊക്കെ ചെയ്തു വരുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കഴിഞ്ഞു പോകും. അതൊന്നും ചെയ്യാൻ ഇനി സമയമില്ല. അതൊക്കെ നേരത്തെ ചെയ്യണമായിരുന്നു. ഇനി അതൊക്കെ ചെയ്തു വരുമ്പോഴേക്കും
ഇനി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ആരുടെ തലയിലിരിക്കും? ആ പഴി മുഴുവൻ സണ്ണി ജോസഫിൻ്റെ തലയിലിരിക്കും. സണ്ണി ജോസഫ് കഴിവ് കെട്ടവനാണെന്ന് പറയും. ഇപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞു തുടങ്ങി സണ്ണി ജോസഫിനെ നിയമിച്ചത് ആവശ്യമായ കൂടിയാലോചനകൾ ഇല്ലാതെയാണെന്ന്. കെ മുരളീധരൻ പരസ്യമായി തന്നെ പറഞ്ഞു. മതിയായ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനായി നിയമിച്ചത്. മതിയായ കൂടിയാലോചനകളില്ലാതെയാണ് ഷാഫി പറമ്പിലിനെയും PC വിഷ്ണുനാഥിനെയും വൈസ് പ്രസിഡന്റുമാരായി നിയമിച്ചത്. കാരണം ഇവരൊക്കെ നിലവിൽ സിറ്റിംഗ് MLA-മാരാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നവരാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ആളുകൾ എങ്ങനെ ഇവിടെ സംഘടനാ പ്രവർത്തനം ഏകോപിപ്പിക്കും? സംഘടനാ പ്രവർത്തനം ഏകോപിപ്പിക്കണമെങ്കിൽ ഇവർക്ക് എങ്ങനെ ഇവരുടെ മണ്ഡലങ്ങളെ നോക്കാൻ കഴിയും? അതുകൊണ്ട് ഈ സംഘടനാ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കഴിയണമെങ്കിൽ MP-മാരും MLA-മാരും ഒന്നും ഈ കീ പൊസിഷനിൽ താക്കോൽ സ്ഥാനങ്ങളിൽ വരാൻ പാടില്ല. താക്കോൽ സ്ഥാനങ്ങളിൽ വരേണ്ടത് നിലവിൽ MP-യോ MLA-യോ അല്ലാത്ത ആളുകൾ വരണം. നിലവിൽ MP ആയ ഷാഫി പറമ്പിലോ MLA ആയ PC വിഷ്ണുനാഥോ അല്ലെങ്കിൽ സണ്ണി ജോസഫോ അല്ല വരേണ്ടത് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലായി കാണുമല്ലോ. കെ മുരളീധരൻ പറയുന്നത് കനകോലുവിന് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തതയില്ല. കനകോലുവിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇക്കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ വലിയ പ്രതിസന്ധി പാർട്ടി നേരിടേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നടപ്പിലാക്കുമ്പോൾ പാർട്ടിയിലെ നേതാക്കളുമായി കൂടിയാലോചിക്കണം. കൂടിയാലോചനയിൽ കൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് പാർട്ടിയുടെ പുനഃസംഘടന എത്രയും വേഗം നടത്തണമെന്ന കനകോലുവിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് പാർട്ടിയിൽ പുനഃസംഘടന നടപ്പിലാക്കുകയാണെങ്കിൽ അത് വലിയ പരാജയത്തിലേക്ക് നയിക്കുമെന്ന് കെ മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ കനകോലുവിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നിയമസഭാ സാമാജികരെയും പാർലമെന്റ് അംഗങ്ങളെയും വീണ്ടും താക്കോൽ സ്ഥാനങ്ങളിലേക്ക് തിരികെ കയറ്റുന്നതെങ്കിൽ അത് VD സതീശൻ്റെയോ KC വേണുഗോപാലിൻ്റെയോ നിർദ്ദേശാനുസരണമാണെങ്കിൽ, അവരുടെ ഇഷ്ടാനുസരണമാണെങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും, പാർട്ടിയുടെ പരാജയത്തിലേക്ക് നയിക്കും. ഇനിയും അധികാരമെന്ന് പറയുന്നത്, ഭരണമെന്ന് പറയുന്നത് വിദൂര സ്വപ്നങ്ങളിൽ മാത്രം അച്ചീവ് ചെയ്യുന്ന ഒന്നായി മാറും. കോൺഗ്രസിന് ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് കെ മുരളീധരൻ നൽകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോടാ പുലേ കനകോലു എന്ന് കെ മുരളീധരൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഊറിച്ചിരിച്ചു എന്ന് പറഞ്ഞു വയ്ക്കുന്നതും.